ഷെയ്ഖുന നല്ലായ ഉസ്താദ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ സന്തത സഹചാരിയും അവരൊന്നിച്ചാണ് മുഷാവറക്കും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾക്കും മറ്റൊക്കെ ഒരു വണ്ടിയിൽ ഒരുമിച്ച പോകാൻ അത്ര വലിയ ബന്ധം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന നല്ലായ ഉസ്താദ് ദുആ ചെയ്യും. കഴിഞ്ഞ നിക്ഷാപമൊക്കെ യാസീനോദി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ സയ്യിദ് കഴിഞ്ഞ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മഹാന്മാരിവിടെ ഉണ്ട്. നല്ല റാഹത്തുള്ള സദസ്സാണ്. ഒരു 10 മിനിറ്റ് അധികം ഈ സദസ്സിൽ ചെലവഴിച്ചാലും അത് നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു മാസം വലിയൊരു അമലാണ്, നമുക്കൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ജീവിച്ച പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പ അല്ലാഹു തആല ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയും ബഹുമാനപ്പെട്ട മർഹൂം വാണിയംകുളം മമ്മി ഹാജി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ ആളുകളെ പോലെയുള്ള അവരുടെയൊക്കെ ആ ഒരു കൂട്ടുകൾ, അതിൽ നിന്നൊക്കെ ഊർജം കിട്ടിയ ആളുകളാണ് നമ്മളെ പോലെയുള്ളവർ. അവരൊക്കെ കാണിച്ചു തന്ന നിസ്വാർത്ഥമായ സേവനമാണ് ഈ ദാറുൽ നജാത്തിന്റെ. നമുക്കറിയാം ബഹുമാനപ്പെട്ട ബീരാനാജി ഉണ്ടല്ലേ,
ബിരാനാജി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പോലെയുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലുണ്ടായിരുന്ന, ആ ശൈശവഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയാണ്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിവസ സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് യാതൊരു പ്രതിഫലവും വാങ്ങാൻ പല പ്രാവശ്യം മൂപ്പരത് എടുത്ത് പറയാറുണ്ട്. ഞാൻ നജാത്തിൽ നിന്നൊന്നും ദുന്യവിയായ ഒന്നും പറ്റുന്നില്ല കേട്ടോ, ഞാൻ നജാത്തിൽ നിന്ന് ഒന്നും ദുന്യവിയായ ഒന്നും ദുന്യാവിൽ നിന്ന് ഞാൻ വാങ്ങുന്നില്ല. ബഹുമാനപ്പെട്ടവരെ സന്ദർശിക്കുന്ന ആളുകളോട് ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ സ്നേഹിക്കാനും സഹായിക്കാനും ഭക്ഷണം കൊടുക്കാനും പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഈ ദാറുൽ നജാത്ത് എന്ന സംവിധാനത്തിനെ ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിലേക്ക് നിശാബോധം നൽകാൻ സാധിച്ച മുഅ്മിനീങ്ങളെ ഇവിടെ പ്രസംഗിക്കേണ്ട സമയം നാം അറിയേണ്ടത്, ഒരു കുട്ടി എട്ടും പൊട്ടും അറിയാത്തതായിരിക്കുന്ന ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ഉമ്മയും പാപ്പയും കൈപിടിച്ചുകൊണ്ട് ദാറുൽ നജാത്തിന്റെ ഗേറ്റ് കടത്തി വിടുമ്പോൾ ആ കുട്ടി പിന്നെ ലോകോത്തരങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സംവിധാനമാക്കി മാറ്റുകയാണ്. ഇതൊരു ചെറിയ പണിയല്ല. അതിനുവേണ്ട എല്ലാം വെള്ളവും വെളിച്ചവും ഊർജവും എല്ലാം നൽകാനുള്ളതായിരിക്കുന്ന അണിയറ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇതൊരു പക്ഷേ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സഹായം ചെയ്യുന്ന ആളുകളോ ഒരുപക്ഷെ അവരാരും അത്രമേൽ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. ചിന്തിച്ചിട്ടില്ല എന്നുമല്ല ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സൈദിപ്പിക്കോയത്തല്ലോ അള്ളാഹു തആല ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുക. നമ്മുടെ സദസ്സിലേക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ അള്ളാഹു തആല സന്തോഷത്തിലാക്കുക. ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരുപാട് സാധാത്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ദേശമംഗലം തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇവിടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ബഹുമാനപ്പെട്ട ഒരുപാട് സാധാത്യങ്ങൾ, ബഹുമാനരായ അപ്പൊ തുടങ്ങി ഇവിടെ ഒരുപാട് സാധാത്യങ്ങള്, ആലിമ്യങ്ങള്, ഉമറാക്കള്, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ എന്തുകൊണ്ടും ദുആഇന് ഇജാബത്തുള്ള ഒരു സന്ദർഭത്തിന് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു സംഗതി, ഇവരാരെയും ബഹുമാനപ്പെട്ട ഈ കുടുംബം നേരിട്ട് വിളിച്ചിട്ട് വന്നതല്ല. ഒക്കെ തങ്ങൾ പാപ്പാനോടുള്ള മഹബത്ത്, അന്ന് മയ്യത്തെടുക്കുമ്പോഴും അവിടെ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോഴൊക്കെ ആ മൈക്കിലൂടെ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ ആ ഒരൊറ്റ വിളിയാളം കേട്ട് വന്നത് അത് അടയാളപ്പെടുത്തുന്നത് ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മുടെ കണ്ണിൽ നിന്നേ മറഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മുടെ കണ്ണിൽ നിന്നേ മറഞ്ഞിട്ടുള്ളൂ, കൽബിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ദാറുൽ നജാത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് പഠിച്ച രണ്ടുപേരും അത് ഈ സദസ്സിനോട് പങ്കുവെച്ച് നമുക്ക് ദിക്റിലേക്ക് പ്രവേശിക്കും. ബഹുമാനപ്പെട്ടവർ ഒരുപാട് പ്രസംഗിക്കലൊന്നുമില്ല, ഒരുപാട് നീട്ടിപ്പരത്തി ദുആ ചെയ്യാറില്ല, ഒക്കെ കുറഞ്ഞതാണ്. വളരെ വശ്യമായ ഭാഷയിൽ ചെറിയ വാക്കുകളെ കൊണ്ട് സദസ്സിന് ഉത്ബോധനം നൽകി പ്രസംഗിക്കാറ്. ഒരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ മുബറ സദസ്സിൽ വെച്ച് ചൊല്ലിയ രണ്ടുപേര് ബൈത്ത് ഒക്കെ എല്ലാവർക്കും അറിയാൻ وخالد الصلحاء نلت الصلاح بهم بأنهم في وجوه الأرض أقمار ماء الكنيف إذا ما زال مختلطا بماء نهر فزالت عنه أقدار. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ചൊല്ലിയതാണ്. وخالد الصلحاء نلت الصلاح بهم. ഭൂമിയിൽ ചില നക്ഷത്രങ്ങളുണ്ട്. ആകാശവാസികളായിരിക്കുന്ന ആളുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയുള്ളതായിരിക്കുന്ന ആളുകൾ 14-ാം രാവിലെ ആകാശത്തിലേക്ക് കാണുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഭൂമിയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് സന്തോഷം കിട്ടുന്നുവെങ്കിൽ ആകാശത്തുള്ളതായിരിക്കുന്ന ആളുകൾക്ക് സന്തോഷം കിട്ടുന്നത് ഭൂമിയിലുള്ള നക്ഷത്രങ്ങളെ കാണുമ്പോഴാണ്. ആരാണ് ആ ഭൂമിയുള്ളതായിരിക്കുന്ന നക്ഷത്രങ്ങൾ? അത് സ്വാലിഹീങ്ങളാണ്, ആലിമീങ്ങളാണ്, ഉലമാക്കളാണ്, മുതഅല്ലിമീങ്ങളാണ്. അവരോട് ചേർന്ന് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ വരിയിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ ഓടകളുണ്ട്. കക്കൂസ് പൊട്ടി ഒലിക്കും. ആ കക്കൂസ് പൊട്ടി ഒലിച്ചാൽ ആ വെള്ളത്തിൽ ചവിട്ടാൻ നമുക്ക് പറ്റൂല, എന്തേ നജസാണ്. അപ്പൊ നമ്മളെന്താക്കും, നമ്മുടെ തുണിയൊക്കെ പൊക്കിയെടുത്തിട്ട് തോട്ടിലെ വെള്ളത്തിൽ ചവിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും.
ഇല്ല. പുഴയിലെ വെള്ളത്തിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സമുദ്രത്തിലെ വെള്ളത്തിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇതൊക്കെ വരുന്നത് എവിടുന്നാണ്? നമ്മുടെ വീടുകളിലെ കക്കൂസ് പൊട്ടിയതായി വെള്ളം. ഇതുപോലെയാണ് സ്വാലിഹീങ്ങളെ ഓർമ്മിച്ചത്. സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുള്ളതായിരിക്കുന്ന മ്ലേച്ഛതകളെ എന്താകുന്നു? അത് കഴുകിക്കളയുന്നു. അപ്പൊ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുള്ളതായിരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മളെ സമുദ്ധരിക്കുന്നു. ആര്? സ്വാലിഹീങ്ങള്. ഈ ഗണത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. ഇനി മറ്റൊന്നും കൂടെ, ആലിമ മാത്രമല്ലല്ലോ, സയ്യിദ് കൂടിയല്ലേ. ഹുബ്ബുൻ നബിയ്യി വഹുബ്ബുൽ ആലി റുക്നാനി, ഹുബ്ബുൻ നബിയ്യി വഹുബ്ബുൽ ആലി റുക്നാനി, ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ റുക്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കലും റുക്നാണ്. ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. ഇത് രണ്ടും ഒരു വ്യത്യാസവും ഇല്ല. മവദ്ദതഹ വലാ യർളാ അശീറതഹു വലഹുൽ മുദാഹിന വൽ അസീൽ റഹ്മാനി. ഏതെങ്കിലും ഒരാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കും, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ സ്നേഹിക്കൂല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ആരാണ്? അല്ലാഹുവിനോട് മാറ് കാണിച്ചവനാണ്. വഹും നിഖാബുൻ നിജാബുൻ സാദത്തുൻ സുഫുനു. ആരാണ് ഇവര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ആരാണ്? അവരൊരു കപ്പലാണ്. അവരൊരു കപ്പലാണ്. ഏത് കപ്പലാണ്? കര കാണാതെ ഒഴിയലുന്ന, സമുദ്രത്തിൽ കടന്നുകൊണ്ട് പിടിവള്ളി പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മറുകര പറ്റാനുള്ളതായിരിക്കുന്ന കപ്പലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ കുടുംബത്തിലെ ഒരു പ്രധാന കണ്ണി ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് കെ.പി. തങ്ങൾ. അല്ലാഹുവേ നീ ദറജ ഉയർത്തണേ അല്ലാഹ്, പദവി നൽകണേ അല്ലാഹ്. ചെയ്തു പോയ എല്ലാ ഹസനാത്തുകളെയും കബൂലാക്കണേ റബ്ബേ, എല്ലാ ഹിദമാത്തുകളെയും കബൂലാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റബ്ബേ, ഈമാൻ നൽകണേ റഹ്മാനെ, ഫഖർ ഒഴിവാക്കണേ റബ്ബേ, ഉജ്ബ് ഒഴിവാക്കണേ റബ്ബേ, റിയാ ഒഴിവാക്കണേ റബ്ബേ, താഴ്മ നൽകണേ റബ്ബേ, താഴ്മ നൽകണേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റബ്ബേ, ഖബൂലിയത്ത് നൽകണേ റബ്ബേ. ഈ സദസ്സ് നീ ഒന്ന് കബൂലാക്കണേ റബ്ബേ. റബ്ബേ മഴ പെയ്യുന്ന ഒരു സമയത്ത് ഒരു പ്രിയപ്പെട്ട സയ്യിദിനോടുള്ള മഹബത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രണ്ട് ലോകം നീ വിജയിപ്പിക്കണേ റബ്ബേ, പരാജയപ്പെടുത്തരുത് അല്ലാഹ്. ഒരുപാട് പ്രശ്ന പ്രയാസങ്ങളുണ്ട്, പരിഹരിച്ചു തരണേ റബ്ബേ. നജാത്തിനെ നീ വളർത്തണേ റബ്ബേ, നജാത്തിനെ നീ ഉയർത്തണേ റബ്ബേ, അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദീനി സംവിധാനങ്ങളെയും നീ വളർത്തണേ റബ്ബേ. ഞങ്ങളെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കാൻ അവസരം തരണേ റഹ്മാനെ. അതിന്റെ വളർച്ച കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹുവേ. ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കടപ്പാടുകൾ പൂർത്തീകരിച്ച് അവസാനം തഖ്വയോടെ തൗബയോടെ കലിമ ചൊല്ലി നല്ല സമയത്തും നല്ല നേരത്തും പൂർണ്ണ ഈമാനോടുകൂടെ വുളൂഓടുകൂടെ നല്ല മരണം ഞങ്ങൾക്ക് തരണേ റബ്ബേ. നല്ല ഖബർ നൽകണേ റഹ്മാനെ. മഹ്ശർ എളുപ്പമാക്കണേ റബ്ബേ. ഈ മഹത്വങ്ങളോടുകൂടെ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ. ബഹുമാനപ്പെട്ട സയ്യിദ് കെ.പി. തങ്ങളുടെ കുടുംബം, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ, 3 മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, നമ്മളവരെ ചേർത്ത് പിടിക്കുന്നു. ഈ സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശുദ്ധമായ ജീവിതം. നമ്മളൊക്കെ കൂടെ പെരുമാറിയവരും കണ്ടവരും യാത്ര ചെയ്തവരും ഒക്കെയാണ്. നിങ്ങൾ പപ്പാന്റെ മുത്തഴലിങ്ങൾ ധാരാളം ഈ സദസ്സിലുണ്ട്, കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, പലരും. വിവാദത്തിലൊക്കെയുള്ള സൂക്ഷ്മത നമുക്കറിയാം. സുന്നത്ത് നിസ്കാരങ്ങളിലും ദൈനംദിന ചിട്ടകളിലും ബഹുമാനപ്പെട്ടവർ പാലിച്ചിരുന്ന ആ സൂക്ഷ്മത, വേഷത്തിലും നടപ്പിലും ഇരിപ്പിലും പെരുമാറ്റത്തിലും ഒക്കെയുള്ള സൂക്ഷ്മത. ഓരോ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ദിവസം എങ്ങനെയാവണം? വളരെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങുന്ന ആ ജീവിതം, ആ അവസാനം വരെ ആ അമലുകളും ചിട്ടകളും മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു. അതൊക്കെ നമുക്ക് വലിയ ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ
അവരുടെ യാത്രയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും മഹോന്നതമാക്കി കൊടുത്തു. ആ മുഹറം മാസത്തിലെ ഒരു തിങ്കളാഴ്ച രാവിലെ ചെറിയ അസ്വസ്ഥത കുറച്ച് കൂടുതലായി. സത്യത്തില് ബഹുമാനപ്പെട്ട ഒരു വിശ്രമത്തിലായിരുന്നു, അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. സർജറികളും ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്നൊക്കെ കുറച്ച് വിശ്രമ ജീവിതത്തിലായിരുന്നു. പക്ഷെ സത്യത്തില് ശ്വാസം മുട്ടുന്ന അസുഖം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ മക്കളോടും അടുത്ത ആളുകളോടൊക്കെ എപ്പോഴും പറഞ്ഞിരുന്നു, എൻ്റെ വാപ്പ മരിച്ചത് 72ാമത്തെ വയസ്സിലാണ്. എൻ്റെ വാപ്പാക്ക് മരിക്കുമ്പോൾ ശ്വാസം മുട്ടായിരുന്നു. അതായത് APC തങ്ങൾ പാപ്പാന്റെ ഒപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കൊടലകുന്നം ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ടവർ. അതേപോലെ അതേപോലെ 72ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയും യാത്ര പറയണം. ഒരു 3 ദിവസം മുമ്പാണ് ചെറിയ ശ്വാസതടസ്സം തുടങ്ങിയത്. അത് നിലവിലുള്ള അസുഖവുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. തിങ്കളാഴ്ച രാവിലെ കുറച്ചുകൂടെ ശ്വാസതടസ്സം ഒക്കെ പ്രയാസം കൂടി ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണം. അപ്പൊ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ മക്കള് ഒരുങ്ങി. അപ്പൊ അതിനു വേണ്ടി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി നല്ല റാഹത്തായി കുളിപ്പിച്ച് വൃത്തിയാക്കി, നന്നായി വൃത്തിയാക്കി കുളിപ്പിച്ച് റാഹത്താക്കി, കുളിപ്പയിലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ ശരീരം തളരുന്നത് പോലെ, ക്ഷീണം പോലെ അനുഭവപ്പെട്ട് കിടത്തി, വളരെ റാഹത്തായി കിടത്തി. അപ്പൊ അവർക്ക് തോന്നി അവസാനത്തെ അടയാളങ്ങളാണ്. പരിശുദ്ധമായ കലിമ ചൊല്ലി കൊടുത്തു. അത് ഉറക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല, നമുക്കറിയാം. പക്ഷെ ആ ചുണ്ടുകൾ അനക്കി ആ ചൊല്ലിക്കൊടുത്ത ദിക്റുകളൊക്കെ ഏറ്റു ചൊല്ലി നല്ല റാഹത്തോടുകൂടെ, പിന്നെ ഒന്നും ചെയ്തു കൊടുക്കണ്ടാത്ത വിധം ശാന്തമായ ഒരു കിടത്തം, മരണത്തിന്റെ ഒന്നും ഒരടയാളം പ്രകടിപ്പിക്കാതെ. അങ്ങനെയുണ്ടല്ലോ, മരിക്കണമെന്ന് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചലനങ്ങളോ ഒരു പ്രയാസമോ ഒന്നുമില്ലാതെ റാഹത്തോടെ കണ്ണടച്ച് വളരെ പ്രസന്നവദനായി ബഹുമാനപ്പെട്ടവര് ആ ഒരു ഇളം പുഞ്ചിരിയോടുകൂടെ ഈ ലോകത്തോട് യാത്ര പറയുക. ആശുപത്രി കൊണ്ടുണ്ടി വന്നില്ല. മക്കൾ തന്നെയാണ് പിന്നെ മയ്യത്ത് കുളിപ്പിച്ചത്. അവര് പറഞ്ഞു, പിന്നെ കാരണം നേരത്തെ കുളിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, വൃത്തിയായി കുളിപ്പിച്ചതാണ്. പിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഒന്നും ഒരു അഴുക്കോ ഒരു നജസോ ഒരു പ്രയാസോ ഒന്നുമില്ല. നല്ല റാഹത്തോടുകൂടെ നല്ല ഒരു മരണം, നല്ല ഒരു ദിവസം. നമ്മൾ പറഞ്ഞതുപോലെ കബറടക്കം നടക്കുമ്പോൾ നമ്മളൊക്കെ നോമ്പുകാരാണ്. മുഹറം 9 താസുവായിന്റെ നോമ്പ് നോറ്റിട്ടാണ് സയ്യിദുൽ ഉലമാ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്ത് ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ടവരെ കബറടക്കി തൽഖീൻ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ബഹുമാനപ്പെട്ടവരെ യാത്രയാക്കിയത്. ഖബറിലെ ആദ്യത്തെ രാത്രി, മുഹറം 10ന്റെ ആദ്യത്തെ രാത്രി. അങ്ങനെ എല്ലാ നിലയിലും ഒരു നല്ല റാഹത്തുള്ള ഒരു മരണം. ഈ മുഹറം മാസം നമുക്കറിയാം, ഒരുപാട് മഹാന്മാരുടെ ആണ്ട് നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട അമ്പ്രം തങ്ങൾ പാപ്പാന്റെ ആണ്ട് കഴിഞ്ഞു. ഈ മുഹറം 7 മുഹറം ആദ്യത്തെ ആ ദിവസങ്ങളിൽ ഉൾക്കൊള്ളുന്ന, മുഹറം ആദ്യ 10 ഉൾക്കൊള്ളുന്ന ആ ദിവസങ്ങളിൽ ഒരുപാട് മഹത്വങ്ങൾ. ബഹുമാനപ്പെട്ട ശൈഖുന ചെറുവാളൂർ ഉസ്താദ് മുശാവറയിൽ തങ്ങൾ പാപ്പാന്റെ കൂടെ വളരെ സ്നേഹിച്ച് കൂടെ പ്രവർത്തിച്ച ഒരാളായിരുന്നു, ഒരു സൂഫിയെ. ബഹുമാനപ്പെട്ട എം മൊഹീദ്ദീൻ മൗലവി മുശാവറയിലെ മറ്റൊരു അംഗമായിരുന്നു. അവരൊക്കെ വഫാത്തായത് ഈ മുഹറം മാസത്തിൽ. ബഹുമാനപ്പെട്ട ശൈഖുന KV ഉസ്താദ് കൂറ്റനാട്, അള്ളാഹുവിനൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് സമസ്തയുടെ ട്രഷററായിരുന്നു. അതേപോലെ കുഞ്ഞാണി ഉസ്താദ് മുഹറം 10 അന്ന് വഫാത്തായത്. ഇവരൊക്കെ സമസ്തയുടെ മുശാവറയിൽ ഉണ്ടായിരുന്ന ആളുകൾ. സമയം കുറവായതുകൊണ്ട് ഞാൻ വിശദീകരിക്കല്ല. ഓരോരുത്തരുടെ മരണം. കാപ്പിലെ മുറസ്താദിന്റെ ആണ് ഇന്ന് കാപ്പിലെ മുറസ്താദിന്റെ ആണ്ടിന്റെ ദിവസം. ഓരോരുത്തരുടെ മരണം അത്ഭുതം എന്ന് പറഞ്ഞാല്, എം മൊഹീദ്ദീൻ ഉസ്താദ് പിന്നെ 2-3 ഉസ്താദുമാരെ കാണാൻ ചെല്ല, മരിക്കാന്നറിയില്ല, കാണാൻ ചെല്ല ഉസ്താദിന്റെ വീട്ടില്. അപ്പൊ അവരിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ നടന്നു പോകുകൊണ്ട് ഉറക്കല ദിക്റ് ചൊല്ലുന്ന ശബ്ദം കേൾക്കാം. നല്ല ആവേശത്തിൽ ഉറക്കെ പുറത്തേക്ക് കേൾക്കാൻ ദിക്റ് ചൊല്ലുന്ന ശബ്ദം.
ബഹുമാനപ്പെട്ടവര് അവരെത്തിയ ഉസ്താദുമാരൊക്കെ അവിടെ എത്തി. ഏതാനും ചുരുങ്ങിയ മിനിറ്റുകൾക്ക് ആ ദിക്ർ അങ്ങനെ ചൊല്ലി വഫാത്തായി. ഇമാം മുഹ്യിദ്ദീൻ മൗലവി. ഈ ഓരോ മഹാന്മാരും ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന പതിവുണ്ട്. സുഖല്ല, ആ സമയത്ത് രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടും എന്നാലും നിന്ന് നിസ്കരിക്കും. ഒറ്റക്ക് നിൽക്കാൻ വയ്യ. ഇപ്പൊ രണ്ടാളെ അപ്പുറത്തും സപ്പോർട്ടിന് നിർത്തിയിട്ട് എന്നാലും 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിക്കും. അവരുടെ ഒക്കെ മരണം പാറന്നൂർ ഉസ്താദിന്റെ ഒക്കെ ജനാസ കണ്ടത് ചിരിച്ചിങ്ങനെ കിടക്കാൻ എന്തൊരു റാഹത്തായിരുന്നു. ഈ മഹാന്മാര് അവരൊക്കെ സമസ്തയുടെ വലിയ വലിയ ഉന്നതന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയും എല്ലാ ഉസ്താദും ഒരുമിച്ചാണ് മുഷാവറക്ക് പോകുന്നത്. മുഷാവറ എന്ന് പറഞ്ഞാൽ തങ്ങൾ പാപ്പ പറയട്ടെ, അത് മുഷാവറക്ക് പോകുന്ന ഒരു മീറ്റിങ്ങിന് പോലല്ല. ബഹുമാനപ്പെട്ട KPC തങ്ങൾ പാപ്പല്ല, അത് ഒരുപാട് ഔലിയാക്കൾ കൂടുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ദുആയിൽ പങ്കെടുക്കാനാണ് പോണെന്ന് പറയാറുണ്ട്. തങ്ങൾ പാപ്പ പറയാറുണ്ട്, ഞാനും എല്ലാ ദിവസവും അവിടെ പോയിട്ട് വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു, ഞങ്ങളങ്ങനെ ശാന്തതയോടെ ഇരിക്കാം, എന്തിനാ പിന്നെ പോണത്? അത് ഔലിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. എല്ലാവരും വുദൂവോടുകൂടെ ദുആ ചെയ്ത് തുടങ്ങിയ ഒരു ആത്മീയ സദസ്സാണ്. സമസ്തയുടെ ഏത് പ്രവർത്തനം അങ്ങനെയുള്ള സമസ്തക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആത്മീയതയായി കണ്ടു, അതൊരു ആത്മീയ തരീഖായി കണ്ടു. അതുകൊണ്ട് ഈ മഹാന്മാരൊക്കെ അങ്ങനെ കലിമ ചൊല്ലി നല്ല ദിവസം വുദൂവോടുകൂടെ നല്ല നല്ല മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് അവരൊക്കെ യാത്ര പറഞ്ഞത്. ആ ഒരു വഴിയിലാണ് ബഹുമാനപ്പെട്ട KPC തങ്ങൾ പാപ്പയും യാത്ര. അതൊക്കെ നമുക്കൊരു വലിയ പാടാണ്. നമ്മളും അവരുടെ പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ ആഴ്ചപത്ത് നന്നാവണം, അവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് കൂടണം. അതിനു വേണ്ടി മറ്റുള്ള പഴച്ചുപോയ വഴികളിലും നമ്മൾ പോകാൻ പാടില്ല. വിദഅത്തിന്റെ വഴികള്, അതേപോലെ ദീനന്നെ വേണ്ട എന്ന് പറയുന്ന വഴികളൊക്കെ ഇന്ന് നമ്മുടെ പുതിയ തലമുറകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു കാലം. നമുക്കൊക്കെ മരിച്ചു പോകണം, നല്ല നിലക്കായിരിക്കണം മരണം, മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഴച്ച വഴികളാണ് അത് എന്ന് പറഞ്ഞ കുറെ വഴികളുണ്ട്. അതിലൊന്നും നമ്മൾ അകപ്പെടാൻ പാടില്ല. ഒരുപാട് വിദഅത്തിന്റെ കുപ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലം. നമ്മൾ ചെയ്യുന്ന അമലുകൾ, മജ്‌ലിസുൻ നൂർ, ഹദ്ദാദ്, മൗലിദ്, ഇപ്പൊ നമ്മൾ മൗലിദ് ഓതി, അതൊക്കെ തെറ്റും ശിർക്കുമായി പറയുന്ന ആളുകളുടെ വഴിക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സമസ്ത അങ്ങനെ ഒരുപാട് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ കുറെ വഴികൾ, പല തരത്തിലുള്ള വ്യാജ തരീഖത്തുകൾ. നമ്മൾ എന്തിനാണ് ഈ മഹാന്മാരെ ഒക്കെ വിട്ട് അങ്ങനെയുള്ള വഴിക്ക് പോകുന്നത്? ബഹുമാനപ്പെട്ട മമ്പ്ര തങ്ങൾ പാപ്പാന്റെ വഴി, വരക്കല തങ്ങൾ പാപ്പാന്റെ വഴി, ഒരുപാട് സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ വഴി, അതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ വഴി. ഈ സാദാത്തുക്കളും ഉലമാക്കളും പഠിപ്പിച്ച വഴി. ആ വഴി വിട്ട് നമ്മുടെ ആ വലിയ മഹാന്മാരുടെ ഇൽമിന്റെ ബഹറുകൾ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു വഴിക്കും പോകേണ്ട ഗതികേട് നമുക്കില്ല. നമ്മുടെ ലക്ഷ്യം ആഴ്ചക്കൊന്ന് നന്നാവണം, നല്ല മരണം കിട്ടുക, അവരുടെ കൂടെ ഒരുമിച്ച് കൂടെ. അതിന് ഈ മഹാന്മാര് പഠിപ്പിച്ചു തന്ന വഴിയിൽ ആ സുന്നത്തുകളൊക്കെ പാലിച്ച് അമലുകളൊക്കെ നിർവഹിച്ച് മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളായി, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അഹ്ലു ബൈത്തിന്റെ മുഹിബ്ബീങ്ങളായി നമുക്ക് മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി. ഒരുപാട് ആളുകളോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ കുടുംബക്കാര്, ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ തങ്ങള്, തങ്ങൾ പാപ്പാന്റെ കാക്ക, ജ്യേഷ്ഠൻ, അവരുടെ മക്കള് ഒക്കെ നമുക്കറിയാം. ഇവിടെ തന്നെ നമുക്കൊക്കെ നിന്നതിനും ആദ്യം തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, തങ്ങൾ പാപ്പാന്റെ 3 മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, അവരുടെയൊക്കെ ബന്ധുക്കാര്, തങ്ങൾ പാപ്പാന്റെ അളിയാക്കയാണ്. അങ്ങനെ കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ ചൂരക്കോട്ടക്കുള്ള തങ്ങന്മാര് ഇവിടെ ഉണ്ട്. തങ്ങൾ പാപ്പാന്റെ കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ അവരൊക്കെ അവരുടെ മക്കളെ, പേരക്കുട്ടികളൊക്കെ ഇൽമിന്റെ വഴിയിൽ ദർസിൽ ഓതാൻ പറഞ്ഞയച്ചു, സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അല്ലാഹു ആ ഒരു നേതൃത്വം നമ്മുടെ നാടിനും അതേപോലെ പരിസര നാടുകൾക്കൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ചെറിയ ക്ഷണം എന്ന് പറഞ്ഞല്ലോ, ആരെയും നേരിട്ട് ക്ഷണിച്ചതല്ല, അങ്ങനെ വന്ന കുറെ ആളുകൾ. അവിടെ ബഹുമാനപ്പെട്ട ശ്രീ റുദ്രാം മുത്തക്കോയ തങ്ങളുടെ ശരീക്കുമാര് കണ്ണൂർ ജില്ലയിൽ നിന്ന് 4-5 ആളുകൾ എത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ മുദരിസ്മാരാണ്, സമസ്തയുടെ കണ്ണൂർ ജില്ലാ മുഷാവറാംഗങ്ങളാണ്, ആഫ്ദീങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വലിയ ആലിമീങ്ങൾ, അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പരിസരത്തെ ഉസ്താദുമാര്, നേതാക്കളൊക്കെ ഉണ്ട്. എല്ലാ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതൊക്കെ നമ്മൾ പ്രത്യേകം
എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ച്, നമ്മളൊക്കെ സാധാരണ ക്ഷണിക്കുന്നവരെ ക്ഷണിച്ചു വന്നതല്ല. തങ്ങൾ പാപ്പാനോടുള്ള ബന്ധം കൊണ്ട് ഈ 3 ദിവസം തഅസിയത്തിൽ പങ്കെടുക്കാനും സിയാറത്ത് ചെയ്യാനും ദുആ ചെയ്യാനും വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളാണ്. നീണ്ടുപോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് തുടർന്നും നമ്മൾ ഈ ബന്ധം നിലനിർത്തണം. ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉണ്ട്, അവരെ കാണാൻ ജീവിത കാലഘട്ടത്തിൽ നമ്മളൊക്കെ വന്നിരുന്ന പല കാര്യങ്ങൾ ഇനി നമ്മൾ സിയാറത്ത് ചെയ്ത് പറയണം. സിയാറത്ത് അത് ഇവിടെ വരുമ്പോഴൊക്കെ സിയാറത്തുകളുടെ അവസരം. തങ്ങൾ പാപ്പാന്റെ പിന്നെ വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾ, ഏത് കുട്ടികളോട് വലിയ സ്നേഹ, വേറെ കുട്ടികളാണെങ്കിലും ഏത് കുട്ടികളാണെങ്കിലും ഏത് സ്ഥാപനങ്ങളിലെ കുട്ടികൾ അവരോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ധാരണജാത്തിലെ മക്കളോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഒരുപാട് പണം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മള് പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വഫാത്തായാലും ഉമ്മയും വാപ്പൊക്കെ വഫാത്തായാല് ഉമ്മാന്റെ തുണക്കാരത്തികള്, ഉമ്മാന്റെ കൂട്ടുകാരികള്, വാപ്പാന്റെ തുണക്കാര്, വാപ്പാന്റെ കൂട്ടുകാര്, അവരോട് ബന്ധം പുലർത്തണം, അവരോട് സ്നേഹബന്ധം പുലർത്തണം. എന്താ കാരണം? വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെട്ട ആളുകളോട് നമ്മളും ഇഷ്ടം വെക്കാം. അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചെയ്യാം. തങ്ങൾ പാപ്പാക്ക് ഇഷ്ടമുണ്ടായിരുന്ന വലിയൊരു കാര്യമാണ് ഇവിടുത്തെ മക്കൾ. അപ്പൊ അവരെ സ്നേഹിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. തങ്ങൾ പാപ്പ പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് ഒരു നേരത്തെ ഒരു ചായയും കടി അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒരു മധുരം ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത് തുടരണം. ഈ സ്ഥാപനത്തോടുള്ള ബന്ധം തുടരണം. ഈ കുടുംബത്തോടുള്ള ബന്ധം നമ്മൾ തുടർന്ന് അവരുടെ വഴി നമുക്ക് ഇൻഷാ അല്ലാഹ് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സദസ്സാണ്. നിരവധി ദുആ ഇവിടെ നടന്നു, ഒരുപാട് അമലുകൾ നടന്നു, ഒരുപാട് ഖത്മുൽ ഖുർആനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെ. ഇപ്പൊ ഇന്ന് രാവിലെ കുവൈത്തിൽ നിന്നും UAE നിന്നൊക്കെ പല ആളുകൾ അവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങൾ ഇത്ര ഖത്തം പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇന്ന് രാത്രി ദുആ നടത്തണം, തങ്ങൾ പാപ്പാനെ പറ്റി അനുസ്മരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല വാട്സപ്പ് കൂട്ടായ്മകളും ഗൾഫിലുള്ള കമ്മിറ്റികളൊക്കെ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ അറിയാത്ത, പ്രതീക്ഷിക്കാത്ത ആയിരക്കണക്കിന് ആളുകളാണ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആനും തഹ്‌ലീലും അമലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ദുആ ചെയ്യും. നമ്മളും ആ അമലുകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുസ്മരണ സദസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുണ്ട്, നാളെ അസറിന് ശേഷം യതീംഖാനയിൽ വെച്ച് കല്ലപ്പുഴയിലെ സംസ്ഥയുടെ പ്രവർത്തകരൊക്കെ കൂടെ അസർ കഴിഞ്ഞ ഉടനെ യതീംഖാനയിൽ വെച്ച് അനുസ്മരണ സദസ്സും തഹ്‌ലീലും കാര്യങ്ങളൊക്കെ നടക്കും. ചൊവ്വാഴ്ച സംസ്ഥയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യതീംഖാന ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ വിപുലമായൊരു പരിപാടി ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ ശിഷ്യന്മാരുടെ പ്രത്യേക പരിപാടിയുണ്ട്, സംസ്ഥയുടെ താലൂക്ക് കമ്മിറ്റിയുടെ പരിപാടിയുണ്ട്, അങ്ങനെ മഹല്ലുകളിൽ പരിപാടികളുണ്ട്. അപ്പോൾ പാകിസ്ഥാനുള്ള മഹല്ലുകളിലൊക്കെ പ്രത്യേകം മജ്‌ലിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. അവരുടെ വഴിയിൽ നമുക്കൊക്കെ ജീവിക്കാനും നമ്മുടെ മക്കളൊക്കെ വളർത്താനും ഇതിൻ്റെ അഹലുകാരാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ധാരണജാത്തിലെ മക്കള് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ട്, അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ ഒരുപാട് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകി. പള്ളിയിൽ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായി അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ട്, മരിച്ചാൽ അവർക്ക് 1,00,000 ഇഖ്ലാസ് ഓതണം. അവരുടെ നെറ്റിത്തടത്തിൽ നാളെ പ്രകാശം കൊണ്ട് എഴുതി വെക്കുന്നതാണ് അത്തിയക്കുമ്മനാണ്, ഇയാൾ നരകത്തിൽ പോകാൻ പറ്റൂല. കോടിക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ മലായിക്കത്ത് നോക്കി മനസ്സിലാക്കും. ഇത് തെരഞ്ഞു പിടിക്കാൻ മലായിക്കത്ത് ഉണ്ടാവും. നരകത്തിൽ കൊണ്ടാണ് മലക്കുകളുണ്ട്, സ്വർഗത്തിൽ കൊണ്ടാണ് മലക്കുകളുണ്ട്. മുഖത്ത് നോക്കി അവർക്കറിയാം ഇയാളെ ഒക്കെ കൊണ്ടുണ്ടത്. അത്തീഖുമ്മിനാർ, ഇയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളാണ്. നെറ്റിത്തടത്തിൽ ഉണ്ടാവുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1,00,000 ഇഖ്ലാസ് ഓതാൻ മരിച്ചവർക്ക് വേണ്ടി ഷെയ്ഖുന അത്തിപ്പറ്റ വസിയത്ത് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് നജാത്തിലെ മക്കള് 1,00,000 ഇഖ്ലാസ് ഓതിയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറപ്പൂർ പാപ്പുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മൾ ഈ സ്ഥാപനത്തിൽ ഉള്ള സമയത്ത് അനുസ്മരിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഈ സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് ഒരുപാട് സാദാത്തുക്കൾ, ഉലമാക്കള്, മഹാന്മാര്, എൻ്റെ പിതാവ് ഉൾപ്പെടെ ഇതിന്റെ കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ പിതാവ്. അതേപോലെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട EK കുഞ്ഞുമണി മുസ്ലിയാർ,
അങ്ങനെ ഒരുപാട് ആളുകൾ തങ്ങൾ പാവാന്റെ കൂടെ ഇതിനൊക്കെ വേണ്ടി അധ്വാനിച്ച ആളുകൾ, കളത്തിൽ അമ്മ ഹാജി, കളത്തിൽ മൊയ്തുട്ടിയാജി ഉൾപ്പെടെയുള്ള ഉമറാക്കൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച ആളുകളൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട പി ടി വിനാനാജി, പി കെ ആറ്റക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പാവാന്റെ വളരെ ഇഷ്ടക്കാരൻ, സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട പി കെ വിച്ചിക്കോയ തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകും. യാസീൻ മൊബൈൽ നമ്മൾ ലോകയിലേക്ക് പ്രവേശിക്കാവും. الفاتحة. വളരെ സ്നേഹമിശ്രണമായ പെരുമാറ്റം, ആ ഒരു പ്രലോഭനം, ആശീർവാദം കിട്ടിയിട്ട് വല്ലാത്തൊരു അനുഭവമുള്ള കാര്യം. ഞാനൊരു ഭാഗത്ത് ഖാദിസ്ഥാനെ അയക്കാൻ പോയപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആ ജോലിയൊക്കെ നിർവഹിച്ചു തന്നത്. എനിക്ക് പ്രചോദനം നൽകി. അങ്ങനെ വ്യക്തിപരമായി വല്ലാത്തൊരു സഹായം നൽകിയൊരു ഗുണകാംക്ഷിയായ ഒരു മഹാമനുഷ്യനെ ബഹുമാനിക്കുന്ന സീതയുടെ ആര്യമാണ്, പണ്ഡിതനാണ്. അതോടൊപ്പം ഈ വക എൽമിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെടുന്ന എല്ലാ സ്ഥാപനമുണ്ടല്ലോ, അദ്ദേഹത്തിന് മാതൃകയാക്കി വളരെ ഈ കാര്യത്തിലൊക്കെ വ്യാപൃതനാകാൻ തോഫീക്ക് ലഭ്യമായ അർഹമായി സ്വീകരിക്കട്ടെ. പിന്നെ സംഘടനയുടെ ഏത് സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ പേരിൽ പ്രിയപ്പെട്ട ഉസ്താദ് പാപ്പ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വഴികാട്ടി കെ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം പറയുന്ന ഇ കെ കവാലുദ്ദീൻ ഫൈസ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മളെ വഹാബ് ഫൈസിലൊപ്പ ഉണ്ണിക്കുട്ടി മുസ്ലിയാർ, ഉണ്ണിക്കുട്ടി ഫൈസ്, അതുപോലെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് സതീർത്ഥരായ 3-4 പേര് കൂടിയിട്ടാണ് എല്ലാ മീറ്റിങ്ങിനും കൊണ്ടുപോകും. ചെറിയ യോഗത്തിനാണെങ്കിൽ വലിയ സംഘടന കൊണ്ടുപോകാം. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോപ്പം ഇങ്ങനെ കൂടുമ്പോൾ വല്ലാത്ത സന്തോഷം. അങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, ചെറുപ്പം മുതൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ, പ്രത്യേകിച്ച് താലീമിന്റെ തദ്രീസിന്റെ രംഗത്ത് ഇവിടെ അവസാനം ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായിട്ടാണ് അദ്ദേഹം ഇവിടെ പോയത്. ഇതിന്റെ ചെയർമാനാണ്. എല്ലാ നിലക്കും അദ്ദേഹം ഭാഗ്യവാനാണ്. പിന്നെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ 3 പുത്രന്മാർ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ദീനിന്റെ ഖിദ്മത്തിലും പ്രത്യേകിച്ച് ഇൽമിന്റെ പ്രചരണത്തിനും വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യമുള്ള പണ്ഡിതന്മാരാക്കി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുവേണ്ടി മഹാന്മാരായ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിടത്തോളം ശൈഖുനാനപ്പോഴത്തെ മഹാന്മാരൊക്കെ സമീപിച്ച് ദുആ ചെയ്തു, ചെയ്യിപ്പിച്ചൊക്കെ നമുക്ക് അനുഭവത്തിൽ. അങ്ങനെ എല്ലാ നിലക്കും ഉഖ്റവിയായി ചിന്തിച്ചും മാതൃക കാണിച്ചും ഒന്നും ജീവിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി നമുക്കത് വളരെ വ്യക്തമായി അദ്ദേഹം കാണിച്ചു തന്നുകൊണ്ടാണ് പോയിട്ടുള്ളത്. അദ്ദേഹം അപാരമായി സ്നേഹിച്ച ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഉള്ള മുത്താലിമികൾ, അദ്ദേഹത്തിന്റെ ദർശനം പഠിച്ച എല്ലാ മുത്താലിമികളും അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെ പോലെയാണ്. ഉസ്താദ്മാർക്ക് അങ്ങനെ തന്നെ, പൊതുസ്മാരൊക്കെ അവനവന്റെ അധീനതയുള്ള കുട്ടികളോട് സ്വന്തം മക്കളെക്കാൾ ഒരു സ്നേഹമായിരിക്കും. അള്ളാഹുത്താല അവരുടെ കൽവിലിട്ട് കൊടുക്കണം അങ്ങോട്ടുള്ള ബന്ധം. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ മക്കൾ സ്വന്തം മക്കളെ പോലെ ഞാൻ കാണിച്ചു. അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ വയ്യാതിരിക്കുന്ന സമയത്ത് വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അവിടെ ആരെങ്കിലും സമീപിക്കുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞാൽ അതിനെന്തെങ്കിലും ചെയ്തുകൊടുക്കുന്നുണ്ട്, നേർച്ചയാക്കാനും സംഭാവന ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചിരുന്നു. അത് അവർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് പൂർണ്ണമായി മുഖവിലേക്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട്. അത് ഇനി അമംഗലം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം നമ്മുടെ സാരത്തെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അതെല്ലാം കൊണ്ടും അദ്ദേഹത്തിന് അല്ലാഹു തആല അവരുടെ മഹതായ പദവികൊണ്ട് എല്ലാ തോന്നിനും കൃത്യമായ മഹാമനുഷ്യയാണ്. വ്യക്തിപരമായി വലിയ നഷ്ടമാണ്. അല്ലാഹു തആല ആ കുടുംബത്തിൽ അവരുടെ മക്കൾ വേറെ കുട്ടികൾ അവർക്കൊക്കെ അല്ലാഹു തആല പിതാവിനെ അനുഗമിച്ചുകൊണ്ട് അവധാനം ചെയ്തുകൊണ്ട് നല്ല നിലക്ക് ദീനീ ഖിദ്മത്തിൽ ഇഖ്ലാസോടെ വ്യാപൃതരാകാനുള്ള ആഫിയത്തും അവർ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും അല്ലാഹു തആല ഫത്ഹും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹാമനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം ലാളിച്ചോമനിച്ച് വളർത്തിയ ഈ സ്ഥാപനത്തെ എല്ലാവരും സഹായിക്കും. അതിനുള്ള അപാരമായ തോഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട്. വിജയിപ്പിച്ചു തരട്ടെ. ഇതിനൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ ഈ വീട്ടിൽ ഖൈർ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം
ചെയ്ത എല്ലാ ഹസനാത്തും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ അദ്ദേഹം വളരെ സൗമ്യനായി എല്ലാവരോടും ഗുണകാംക്ഷയോടുകൂടി അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞ നസീഹത്താണ്. അത് ഓരോരുത്തരോടും പാലിക്കേണ്ട നസീഹത്ത്, അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാൻ തൗഫീഖ് നമ്മുടെ മാതൃകാ പുരുഷനായ ചെയ്തവരാണ് പാകിസ്ഥാനാണ്. അള്ളാഹു തആല അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ദറജ അള്ളാഹു നമ്മൾ ഒന്നും ധരിച്ചു പോയ എല്ലാവർക്കും നേരത്തോടെ പറഞ്ഞവരും അല്ലാത്തവരുമായ ബഹുമാനപ്പെട്ട കാപ്പിലിസ്ഥാൻ എപ്പോഴും കണ്ടാലൊക്കെ ഈ കുറ്റിയടിക്കുമ്പോൾ ദ്വാരക്കലില്ലല്ലോ, കുറ്റിയടിക്കാനൊക്കെ വരുമ്പോൾ മറക്കരുത് ഇങ്ങനെ കയ്യിൽ നെഞ്ചത്തിൽ കൈ വെച്ചിട്ടോ മറക്കരുത് ദ്വാരക്കണെന്ന് പറയാറ് കാപ്പിലിസ്ഥാൻ. എപ്പോഴും വളരെ സ്നേഹപ്രസന്നമായ പെരുമാറ്റാണ്. അവസാനം അദ്ദേഹം വഫാത്തിന് മുമ്പ് സംസാരിച്ചത് ആ ക്ലിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് കേൾക്കാറുണ്ട്. അത്ര വലിയ നല്ല പ്രഭാഷകനാണ്, എല്ലാ ഭാഗത്തും ഓടിക്കിടന്ന് ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചത് മഹാമനുഷ്യരാണ്. ഇതിനു മുമ്പും അദ്ദേഹം ഈ മഹത്തായ പ്രസ്ഥാനത്തിനോടുള്ള ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വിധമുള്ള നസീഹത്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം എനിക്ക് സമയം പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ്, അതുപോലെ തന്നെ മഹാന്മാരായ ബഹുമാനപ്പെട്ട പാപ്പാന്റെ മുഹറം 7 അദ്ദേഹത്തിന്റെ അവിടെ അന്നത്തെ ഖത്മുൽ ഖുർആൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നിർവഹിക്കുന്ന സമയത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ താജ് സാദാത്തിന്റെ ആ റോഹിന്റെ രംഗം. ഇത് വല്ലാത്തൊരു ഒരു കാര്യമാണല്ലോ പുറത്ത്. അള്ളാഹു തആല ആ മഹാമനീഷികളോടൊപ്പം പാറന്നൂർ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം ഒപ്പാത്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല, നിന്നിട്ട് നിസ്കരിക്കും. ഇതാണെങ്കിലും നിസ്കാരം ഇഷ്ടംപോലെ നിസ്കരിക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ മുമ്പ് നിന്നിട്ട് നിസ്കരിക്കും. അങ്ങനത്തെ ആ ജീവിതാന്യം വരെ അതിനൊക്കെ തൂക്കി സന്തോഷം. അങ്ങനെ ഒരുപാട് മഹാന്മാരൊക്കെ ഇവിടെ പറഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് ഇപ്പോഴും കണ്ട വലിയ കാര്യമാണ്. അദ്ദേഹം ദിവസമൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇങ്ങനെ മഹാന്മാരൊക്കെ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ ആ സമയത്താണ് ബഹുമാനപ്പെട്ട് ചെയ്യുന്നവരുടെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ എല്ലാവരുടെയും ഉഹ്റവിയായി തറഞ്ഞ് ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വഴികാട്ടികളായി നമുക്ക് എല്ലാമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന ഉൾപ്പെടെയുള്ള മഹാന്മാരായ നമ്മുടെ ഒഴിവാക്കൾ ബഹുമാനപ്പെട്ട സാധാരണകൾ അവരോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഉമറാക്കൾ എല്ലാവർക്കും അള്ളാഹു തആല ആയുരാരോഗ്യം പ്രദാനം ചെയ്യണം. നമ്മളൊക്കെ മട്ടമ്പോൾ നയിക്കാനുള്ള എല്ലാവിധ ഹിമ്മത്തും അതിനുള്ള എല്ലാവിധ ശക്തിയും അള്ളാഹു തആല അവർക്ക് നൽകട്ടെ. അവരൊക്കെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മനസ്സാ വാച കർമ്മണ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ മനസ്സിലാകത്താകാൻ ആഹ്മത്ത് നന്നായി തരണം നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വളർന്നു വരുന്ന മക്കളുടെ പേരക്കുട്ടികൾ അവർക്ക് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അവരെ ശോഭനമായ ഭാവി ബഹുമാനപ്പെട്ട ഇന്നുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു ധന്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരെ കൊണ്ട് കൺകുളിർമ അനുഭവിക്കാൻ അവരുടെ രക്ഷിതാക്കൾക്കും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഗുണകാംക്ഷികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് സ്ഥാപനത്തിന്റെ സന്നദ്ധികൾ ഇവിടെ ഒരുപാട് കുട്ടാലികൾ പഠിച്ചിറങ്ങിപ്പോയി ബിരുദങ്ങളിലേക്ക് വിവിധങ്ങളായ സ്ഥലങ്ങളിലൊക്കെ സേവന ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർ തുടങ്ങി വെച്ച അദ്ദേഹത്തിന്റെ ഒപ്പം സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിരുന്ന ആറ്റുപോയന്തങ്ങളും മുത്തുപോയന്തങ്ങളും അതുപോലെ തന്നെ ഉസ്താദുമാർ ഇവരൊക്കെ ഈ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അതിലും ഇതിന്റെ സംഘാടകരാണ്. മീനാജി ഉൾപ്പെടെയുള്ള ഉമറാക്കൾ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാൻ അവർക്കൊക്കെ അല്ലാഹു തആല എല്ലാവിധ ആയുരാരോഗ്യവും അവരെ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും എല്ലാ പട്ടം പോലെ നിർവഹിക്കാനുള്ള അപാരമായ ഈ സ്ഥാപനത്തിനെയും മറ്റുള്ള എല്ലാ ഈ സ്ഥാപനങ്ങൾ അല്ലാഹു തആല വളർത്താനുള്ള എല്ലാ തൗഫീഖും അതിന്റെ സംഘാടകർക്കും അതിന്റെ സഹായിക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഉഹ്റവിയായ ജീവിതം അല്ലാഹു തആല സന്തോഷത്തോടെ ധന്യമായി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ റോൾ പിരിഞ്ഞതിന് ശേഷം അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ ഖത്മുൽ ഖുർആൻ തുടങ്ങി ചെറിയ ഭാഗങ്ങൾ ദിക്ർ തുടങ്ങി ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട നമ്മുടെ മുത്താലിമിനും 1,00,000 ഇഖ്ലാസും അതുപോലെ തന്നെ പല അമലുകളും അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സാധാരണങ്ങളും ഉസ്താദുമാരും കുടുംബക്കാരും അദ്ദേഹത്തിന്റെ മുൻപീകളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ അല്ലാഹു തആല കബൂലാക്കട്ടെ. അതിന്റെ ഭാഗവാക്കായ എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതിന്റെയൊക്കെ തവാബ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ റൂഹിലേക്ക് വളരെ സന്തോഷപ്രദമായ രീതിയിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അവരെ ദർജ അല്ലാഹു എത്തിക്കൊടുത്ത് അനുഗ്രഹിക്കും. അവരെ വർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം നൽകി അനുഗ്രഹിക്കട്ടെ. പരമപ്രധാനമായ നമ്മുടെയും എല്ലാവിധ ലോകങ്ങൾക്കും അല്ലാഹുമായ ആജിലായ ശിഫാവും അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. സലാമത്താക്കി തരട്ടെ. ഒരുപാട് മുത്താലിമ്യങ്ങൾ
കുടുംബത്തിൽ വ്യാപൃതരാകാൻ തോൽപ്പിക്കലിമായ ബഹുമാനപ്പെട്ട ഒരുപാട് ഉലമാക്കളുണ്ട്. ഇത്രയും നേരം ബഹുമാനപ്പെട്ട മനുഷ്യൻ അവിടെ ഇരിക്കണം. അങ്ങനെ ഒരുപാട് കാരണവന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സീതവങ്ങളുടെ കുടുംബക്കാരും ബന്ധുക്കളുമായിട്ടുള്ള സാധാർത്ഥികളുണ്ട്. ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ അടിയൻ എൻ്റെ വലിയ ഗുണകാംക്ഷിയാണ്. വീട്ടിൽ തന്നെ പൂവായതന്നെ അൽഹംദുലില്ലാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ മുഹമ്മദായ ഒക്കെ സാധാരണ പുറപ്പെടുന്നു. അല്ലാഹു തആല എല്ലാവരും സ്വീകരിക്കട്ടെ. ഇവരൊക്കെ പ്രയാസത്തിലാണ്. ആ പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും റാഹത്ത് പ്രദാനം ചെയ്യാൻ ആത്മാരൊക്കെ വർക്കത്തും നമ്മുടെ അവരൊക്കെ അല്ലാഹു